ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിന് ഒരുക്കമായുള്ള 8 നോയമ്പിലെ 3-ാം ദിവസ ചിന്തകൾ. ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി ഇല്ലാതാവുന്ന മഹാജന്മമാണ് മാതാവിൻ്റേത്. MC സന്ദീപ് എന്ന യുവകവിയുടെ വീട്ടുയുദ്ധം എന്ന കവിത അമ്മയുടെ സഹനത്തെ അതിമനോഹരമായി ആവിഷ്കരിക്കുന്നു. അച്ഛനും അമ്മയും ചിലപ്പോഴൊക്കെ ശത്രുരാജ്യങ്ങളാകാറുണ്ട്. ചോര പൊടിയാറില്ലെങ്കിലും വാക്കിൻ വാൾത്തല വീശി വീടിനകം യുദ്ധക്കളമാക്കും. കഞ്ഞിയിൽ ഉപ്പുകൂടിയാൽ, ചമ്മന്തിയിൽ എരിവ് കുറഞ്ഞാൽ, പേനയും പത്രവും വെച്ചിടത്തില്ലെങ്കിൽ, എന്തിനേറെ മീൻമുള്ള് തൊണ്ടയിൽ തടഞ്ഞാലും, ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിയാലും, കുക്കർ കൂടുതൽ വിസിലടിച്ചാലും, അങ്ങനെ എന്തിനും ഏതിനും അമ്മയാണ് ഉത്തരവാദി. എല്ലാവരുടെയും പഴി കേൾക്കാൻ എപ്പോഴും അമ്മ മാത്രമേ കാണുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്കുറപ്പുള്ള ഏക വ്യക്തി എൻ്റെ അമ്മയാണ്. ഹോം എന്ന സിനിമയിൽ 2-ാം നിലയിൽ കിടക്കുന്ന മകൻ താഴത്തെ നിലയിൽ നിൽക്കുന്ന അമ്മയെ ഉറക്കെ വിളിക്കുകയാണ് കുട്ടിയമ്മ എന്ന്. അത് കേട്ട് കാലിന് സുഖമില്ലാത്ത കുട്ടിയമ്മ വിഷമിച്ച് നടന്ന് മുകളിലത്തെ നിലയിലെ മുറിയിൽ ചെന്നപ്പോൾ മോൻ പറയുകയാണ്, അമ്മ ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യൂ. സത്യത്തിൽ അമ്മയല്ലാതെ വേറെ ആരാണെങ്കിലും അവിടെ കയറി ചെല്ലില്ല. അഥവാ ചെന്നാൽ തന്നെ അത്ര നിസ്സാര കാര്യത്തിന് തന്നെ കഷ്ടപ്പെടുത്തിയതിന് കണക്ക് തീർത്ത് പറയും. അതിരുകളില്ലാത്ത അത്ഭുതമാണ് അമ്മ. സഹായമാണ് അമ്മയുടെ സ്ഥായി ഭാവം. അമ്മമാരുടെ കണ്ണുനീർ പെയ്യുന്ന നാട്ടിൽ അന്തരീക്ഷത്തിൽ നിന്ന് മഴ പെയ്യാതിരിക്കുന്നതിന് കാരണം തേടി മറ്റെങ്ങും പോകേണ്ടതില്ല. അമ്മയുടെ കണ്ണ് നനയാതിരിക്കാനുള്ള മനസ്സ്, നോവാതിരിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം, അതാവട്ടെ 8 നോമ്പിൻ്റെ ചൈതന്യമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ബെൻസൺവിൽ അമ്മേ മേരി, നിത്യവും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.